പച്ചക്കറിയോ ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ കുറച്ച് മുതിര മതി കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറുന്നാൻ. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മുതിര വറുത്തെടുത്തിട്ടുള്ള മുതിര ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. മുതിരയിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഉരുളിച്ചട്ടിയിലോ എന്തിലേലും ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അടിയിൽ ഇങ്ങനെ കല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള മുതിര നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് വലിയ പീസായിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്തിനാന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതുപോലെ 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും അതും കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മുതിരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു തക്കാളിയുടെ പീസൊക്കെ അങ്ങ് എടുത്ത് മാറ്റണം. തക്കാളിയുടെ പീസും അതുപോലെ ഉള്ളിയും എടുത്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. ഒരു തക്കാളിനെ ഇനിയിപ്പോൾ ഒരു 2 കഷ്ണാക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു പച്ചമുളകും തക്കാളിയും അതുപോലെ ഉള്ളിയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു മുതിര മാത്രം എടുത്തിട്ട് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള മുതിര ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4 കുരു പുളി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഞെരടി പിഴിഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മുതിര അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നില്ല, ചെറിയൊരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ മുതിര കാണാതെ അങ്ങനെ തരികളൊന്നും ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കറി കുറച്ച് കൂടുതൽ കട്ടി ഉണ്ടാവും എന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഞാൻ ഒരുപാട് ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടില്ല, ആ ഒരു രീതിക്കാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് എന്തായാലും കുറവുണ്ടാവും. നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഈ ഒരു മുതിരക്കറി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്കൊരു 2-3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് മുതിര ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചോറിലേക്ക് ഒരു കറി ഉണ്ടാക്കി നോക്കൂ. ഒഴിച്ച് കറി അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കില്ല. താങ്ക് യു.